ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല. ഇപ്രകാരം ദുഃഖത്തോടെ മനോഭാരത്തോടെയൊക്കെ ജീവിതം കഴിച്ചു കൂട്ടുന്ന, കുടുംബത്തിൽ ഒറ്റപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്ന ദൈവമക്കൾ വചനം കേൾക്കുക. അവരോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് ഇന്ന് കൈമാറുന്നു. 119 സങ്കീർത്തനം 122 വാക്യം: അടിയൻ്റെ നന്മയ്ക്കു വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ, അഹങ്കാരികൾ എന്നെ പീഡിപ്പിക്കരുതേ. സങ്കീർത്തനക്കാരൻ തൻ്റെ ഹൃദയത്തിലെ ചിന്തകളും തൻ്റെ ജീവിതത്തിൻ്റെ നന്മകളും തനിക്ക് ഉള്ളതും തനിക്ക് ലഭിക്കാനുള്ളതും ഇതൊക്കെ ദൈവകരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുക. തൻ്റെ കരത്തെ അത് സംരക്ഷണ വലയമായി മാറത്തില്ല. തനിക്ക് അതിനെ പരിപാലിക്കുവാൻ സൂക്ഷിക്കാൻ കഴിയത്തില്ല. തനിക്ക് ഉത്തമമായ വലിയൊരു ബോധ്യം തൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു പദം പറയുന്നു: അടിയൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ. ദൈവം ഉത്തരവാദിത്വമുള്ള ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് ആ ദൂത ഇന്ന് ഹൃദയത്തിൽ ആശ്വാസം നിറയത്ത നിലയിൽ ഹൃദയത്തിൻ്റെ ജീവിത സാഹചര്യത്തിൻ്റെ ആ വൈഷമ്യമേറിയ തലങ്ങളിലേക്ക് ആശ്വാസത്തിൻ്റെ ദൂത് പരിശുദ്ധാത്മാവ് പകരുക. ദൈവത്തിൻ്റെ പൈതലേ, നമ്മെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു ദൈവ സ്വർഗത്തിലുള്ളത്. ജീവിതത്തിൻ്റെ തലങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട മേഖല, സൂക്ഷിക്കപ്പെടേണ്ട തലങ്ങൾ, പരിപാലിക്കപ്പെടേണ്ട അവസ്ഥകൾ, സാഹചര്യങ്ങൾ, അത് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് അതിനകത്ത് സംരക്ഷണം വെളിപ്പെടും, സൂക്ഷിപ്പ് വെളിപ്പെടും, പരിപാലനം വെളിപ്പെട്ടിരിക്കും. ദൈവം പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇന്ന് ദൂത് വെളിപ്പെടുത്തുക. കണ്ണുനീരിൻ്റെ താഴ്വരലായിരിക്കും ദൈവത്തിൻ്റെ പൈതലേ തലമുറ. അത് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. നഷ്ടപ്പെടുത്തുവാൻ ശത്രു നോക്കുമ്പോൾ, വഴികൾ തുറക്കുമ്പോൾ അതിനെ തടുത്തുകൊണ്ട് മടക്കി വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുക. പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. തലമുറയുടെ ഭാവി വെളിപ്പെടാത്ത നിമിത്തം അതിദുഃഖത്തോടെ ആയിരിക്കുന്ന മാതാവിനോടുള്ള ദൈവശബ്ദം ഇതാ: ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. കർത്താവ് അത് നിറവേറ്റും. അതിനകത്ത് ദൈവം ഒരിക്കലും അവിശ്വസ്തത കാണിക്കത്തില്ല. ഒരിക്കലും കർത്താവ് അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യത്തില്ല. ദൈവം സംരക്ഷിക്കുകയും കർത്താവ് കരുതുകയും കർത്താവ് സ്നേഹിക്കുകയും ചെയ്യും. ഇന്ന് പരിശുദ്ധാത്മാ ചില കുടുംബങ്ങളെ നോക്കി ദൂത് വെളിപ്പെടും. ദൈവത്തിൻ്റെ പൈതലേ, ആ ജോലി നഷ്ടപ്പെട്ടു പോകുമോ? ആ ജോലി എത്ര ദിവസത്തേനുണ്ട്? ഇങ്ങനെ ഇപ്രകാരം ഭാരപ്പെടുന്നവരുണ്ട്. ആ രാജ്യത്ത് എത്ര ദിവസം കൂടെ നിൽക്കാൻ പറ്റും? എനിക്ക് ആ തലത്തിൽ തുടരാൻ പറ്റും? ഇപ്രകാരമുള്ള അസ്വസ്ഥത നിറഞ്ഞ ഹൃദയമായിരിക്കുന്ന ദൈവമക്കളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദവിധ: ആ ജോലി മേഖല ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. സ്വർഗത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവം തന്നതും ദൈവം അയച്ചതും ദൈവം നിലനിർത്തിയതും ഒരു മനുഷ്യനും അതിനകത്തുനിന്ന് പിന്തിരിക്കാൻ കഴിയത്തില്ല. ഒരു ശത്രുവിനും അതിനെ തകർത്ത് കളയുക, ഉന്മൂലനം ചെയ്ത് നീക്കം ചെയ്ത് ശൂന്യതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക: നമ്മുടെ കർത്താവ് ഉത്തരവാദിത്വമുള്ള ദൈവമാ. സമർപ്പിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന, കർത്താവിനായി താഴ്ത്തി ഏൽപ്പിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലയം, സംരക്ഷണത്തിൻ്റെ വലയമുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ വിശ്വസ്തതയുടെ കരമുണ്ട്, അധികാരത്തിൻ്റെ കരമുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് സമർപ്പിച്ചു ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. എൻ്റെ കർത്താവ് ഉത്തരവാദിത്വമുള്ള ദൈവം. എൻ്റെ സമ്പത്തിനെക്കുറിച്ച്, എൻ്റെ ആരോഗ്യം, എൻ്റെ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങളിൽ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവം വിടുവിച്ചിരിക്കും. ദൈവത്തിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കും. എൻ്റെ ആരോഗ്യ മേഖല അത് സുഖം പ്രാപിച്ചിരിക്കും. ഇന്നും കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. വലുതും ചെറുതുമായ
ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്തോ. ദൈവത്തിന് ആ വിഷയങ്ങളിൽ, ആ അവസ്ഥകളിൽ, ആ സാഹചര്യങ്ങളിൽ കർത്താവിന് ഉത്തരവാദിത്വത്തോടെ ദൈവം ചെയ്യുന്നത് കാണാൻ പോവാം. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ദൈവം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് ചെയ്യുന്നത് കാണാൻ പോവാ, അത് ഭംഗിയാക്കുന്നത് കാണാൻ പോവാ, അത് നിവൃത്തിയാക്കുന്നത് കാണാൻ പോവാ. ആ തലത്തിലാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് ഹൃദയത്തിൽ ഇതൂത് കുറിച്ചിടട്ടെ, എൻ്റെ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ കർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ദൈവം അത് നിവൃത്തിയാക്കും. അത് വേണ്ടതുപോലെ ഭംഗിയാക്കി ചെയ്യുവാൻ കർത്താവ് മതിയായ ദൈവ. ഈ ദിവസങ്ങളിൽ കർത്താവ് അപ്രകാരം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും അനുഭവിപ്പാൻ ഇടയായി തീരും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ദൈവത്തിന് മഹത്വം ആദ്യം തന്നെ അർപ്പിക്കുന്നപ്പാ. ഇന്നത്തെ ദൂത് കർത്താവ് വിലയേറിയ ശബ്ദം ഞങ്ങളുടെ വിഷയത്തിൽ, ഞങ്ങളുടെ തലമുറയെക്കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ദൈവം ഭംഗിയാക്കും, അനുഗ്രഹിക്കും. വചനം കേൾക്കും ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവിൻ്റെ കരം ചാഞ്ഞിറങ്ങി അത്ഭുതങ്ങൾ ചെയ്യുക ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.